ജിൽസി പറഞ്ഞ പോലെ തന്നെ വകുപ്പ് വിഭജനം തന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. കാരണം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ആദ്യത്തെ മൂന്നാം മോദി ക്യാബിനറ്റിൻ്റെ ആദ്യത്തെ യോഗം നടക്കുന്നത്. അതിനു മുമ്പായി തന്നെ ഓരോരുത്തരും ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തു വരും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ഒരു 2 മോദി സർക്കാരുകളെ അപേക്ഷിച്ച് ഘടകകക്ഷികൾക്ക് പ്രാധാന്യമുള്ള ഒരു വകുപ്പ് പ്രത്യേക മന്ത്രിസഭ തന്നെയാണ് ഇപ്പോൾ ഈ വരുന്നത്. ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭ. ഇതിൽ പ്രതിരോധം, ധനകാര്യം, ആഭ്യന്തരം, വിദേശകാര്യം എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈവശം വെച്ചുകൊണ്ടതാണ് അവർ മറ്റ് ഘടകകക്ഷികൾക്ക് 11 മന്ത്രിമാർക്കായി വകുപ്പുകൾ നൽകിയിരിക്കുന്നത്. പക്ഷേ സുപ്രധാന വകുപ്പുകളും നിർണായക തീരുമാനമെടുക്കേണ്ട വകുപ്പുകളെല്ലാം ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് BJP തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഒരു ഘടകകക്ഷികളിലേക്ക് കൊടുക്കാതിരിക്കുന്നത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം പലർക്കും ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാനങ്ങളെ ഇവരുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ ഈ സംസ്ഥാനങ്ങൾക്ക് 2 സംസ്ഥാനങ്ങൾക്ക്, ഒന്ന് ബീഹാറിനും ഒന്ന് ആന്ധ്രാപ്രദേശിനും കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു ഏർപ്പാടാണ് അതുകൊണ്ടുള്ളൊരു പാക്കേജാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ ആ സംസ്ഥാനത്തെ നേതാക്കന്മാരായിട്ടുള്ള JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാറിനും TDPയുടെ നേതാവ് ചന്ദ്രബാബു നായിഡുവിനും കൂടുതൽ മികച്ച തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവരുടെ സംസ്ഥാനത്ത് കാഴ്ചവെക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആന്ധ്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആന്ധ്രയിൽ 12-ാം തീയതിയാണ് ഇനി ഇതിനിപ്പോൾ നടക്കുന്ന അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ ഉദ്ദേശിക്കുന്നത്. പവൻ കല്യാൺ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു ആവശ്യത്തിനെ ഇതിനകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മറ്റൊരു കാര്യം നടക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ്. സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള സുപ്രീം കോടതിയിലെ CAA കേസുകളും നേരത്തെ നമ്മുടെ മീഡിയ വണ്ണിൻ്റെ കേസുകൾ ഉൾപ്പെടെ നിയമം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്ന ഹാരിസ് ബീരാനെ തന്നെയാണ് മിക്കവാറും മുസ്ലിം ലീഗ് അവരുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മൾക്ക് അറിയാനുണ്ട്. ഇനി മറ്റൊരു കാര്യം നമുക്ക് പങ്കുവെക്കാനുള്ളത്, ഇന്നലെ ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരിക്കുന്നത് 72 മന്ത്രിമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ പോലും ഇതിൽ ഒരാൾ പോലും ഒരു മുസ്ലിം ഇല്ല എന്നുള്ളതാണ്. അതിന് BJP കേന്ദ്രങ്ങളിൽ നിന്ന് അവർ പറയുന്നത് 4 ന്യൂനപക്ഷ മന്ത്രിമാരുണ്ട്. കാര്യം ജോർജ് കുര്യൻ അടക്കം സിഖ് സമുദായത്തിൽ നിന്നടക്കം 4 പേരുണ്ടെങ്കിലും ഒരു വലിയൊരു ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 മന്ത്രിസഭയിൽ, 1-ാം മന്ത്രിസഭയിൽ നജ്മ ഹിപ്തുള്ള ഉണ്ടായിരുന്നു. 2ാമത്തെ മന്ത്രിസഭയിലേക്ക് വന്നു കഴിയുമ്പോൾ മുഖ്തർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്നു. കേവലം ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ചൗധരി ചരൺ സിംഗ് മന്ത്രിസഭയിൽ പോലും കൃത്യമായി ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാതിനിധ്യമില്ലാത്ത ഒരു ആദ്യത്തെ ഒരു സർക്കാർ രൂപീകരണവും ആദ്യത്തെ ഒരു മന്ത്രിസഭാ യോഗവും കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്.